نبينا محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്ത് ബഖറയിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാഹ്. സൂറത്ത് ബഖറയിൽ 189 ആയത്ത് മുതലാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യേണ്ടത്, വായിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടു മുമ്പത്തെ ആയത്തുകളിൽ റമദാനുമായി ബന്ധപ്പെട്ട്, നോമ്പുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ, അതുപോലെ തന്നെ ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ശേഷം അള്ളാഹു ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. വീണ്ടും ആവർത്തിക്കുകയാണ്. സൂറത്ത് ബഖറയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ എന്താണ്? പിന്നെ അൽ ഈമാനു വൽ ഇസ്തിസ്ലാം, ഈമാനും ഇസ്തിസ്ലാമുമാണ്. അള്ളാഹുവിന് കീഴൊതുങ്ങലും വിശ്വാസ കാര്യങ്ങളുമാണ്. അതോടൊപ്പം ബയാനു ശരീഅത്തില്ല, അല്ലെങ്കിൽ ബയാനു ശറാഇല്ല, അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ അത് വിവരിക്കലും വിശദീകരിക്കലുമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, യസ്അലൂനക അനിൽ അഹില്ല, അള്ളാഹുവിന്റെ റസൂലെ, അവർ താങ്കളോട് ഹിലാലിനെ കുറിച്ച് ചോദിക്കുന്നു. അതായത് ചന്ദ്രപ്പിറവിയെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂലെ താങ്കളോട് അവർ ചോദിക്കുന്നു. അതായത് മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾ ചോദിക്കുന്നു. അപ്പൊ എന്താണ് അതിന്റെ കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുക. ഇവിടെ നമുക്കൊരു വലിയ പാഠമുണ്ട്. എന്താണ്? ചോദിച്ച് പഠിക്കുക, അറിവുള്ള ആളുകളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നത് ദീനിന്റെ അടിസ്ഥാന കാര്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ യസ്അലൂനക്, താങ്കളോട് അവർ ചോദിക്കുന്നു എന്നത് എടുത്ത് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു അതിനെ ആ ഒരു ചോദ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ അള്ളാഹു പ്രത്യേകം പരാമർശിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. നമ്മൾക്ക് സ്വന്തമായി ഊഹിച്ചിട്ടോ അല്ലെങ്കിൽ സ്വയം അറിവില്ലാത്ത ആളുകൾ എന്തെങ്കിലും ഗവേഷണം ചെയ്ത് അവരവർക്ക് തോന്നിയ രീതിയിൽ ദീനിന്റെ വിധിവിലക്കുകളിൽ സ്വന്തമായി സംസാരിക്കാൻ പാടില്ല. അത് ഹറാമായിരിക്കും, അല്ലെങ്കിൽ അത് ഹലാലായിരിക്കും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ഹറാമാകാനാണ് സാധ്യത, എനിക്ക് തോന്നുന്നത് അത് ഹലാലാണ് എന്നൊക്കെ ഒരാൾക്ക് സംസാരിക്കാൻ ദീനിന്റെ വിഷയത്തിൽ പാടുള്ളതല്ല. അത് കടുത്ത തെറ്റാണ്. ولا تقولوا لما تصف ألسنتكم الكذب هذا حرام وهذا حلال, നിങ്ങളുടെ നാവിന് തോന്നുന്നതനുസരിച്ച് ഇതൊക്കെ ഹലാലാണ് ഹറാമാണ് എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. ലിതഫ്തറു അലല്ലാഹിൽ കദിബ, അത് അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നത് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അറിവുള്ള ആളുകളോട്, ഇൽമുള്ള ആളുകളോട് ചോദിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക എന്നതാണ്. അപ്പൊ യസ്അലൂനക്, താങ്കളോട് അവർ ചോദിക്കുന്നു, അനിൽ അഹില്ല, ചന്ദ്രനെ കുറിച്ച്, അതിന്റെ പിറവിയെ കുറിച്ച് ചോദിക്കുന്നു. അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തത് ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്, ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്, നബിയെ താങ്കൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, അത് എന്താണ്? അത് ജനങ്ങൾക്കുള്ള സമയം നിർണയിക്കാനുള്ള ഒരു വഴിയാണ്. ജനങ്ങൾക്ക് അവരുടെ സമയം നിർണയിക്കാനുള്ള ഒരു വഴിയാണ്. നോമ്പ് എപ്പോഴാണ് വരുന്നത്, ശവ്വാൽ എപ്പോഴാണ് വരുന്നത്, അതുപോലെ തന്നെ ഹജ്ജ് എപ്പോഴാണ് വരുന്നത്, അതുപോലെ സ്ത്രീകൾക്ക് അവരുടെ മാസമുറ അത് കണക്കാക്കാൻ ഒക്കെ ഉള്ള വഴിയാണ് അറബി മാസം, അല്ലെങ്കിൽ അതിന്റെ ഒരു കണക്ക് എന്ന് നമുക്കറിയാം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്, ജനങ്ങൾക്ക് സമയം നിർണയിക്കാനുള്ള ഒരു വഴിയാണ്, ഒരു മാർഗമാണ് ഹജ്ജ് എന്നത്, ഹിലാല് കാണുക എന്നത്. വൽ ഹജ്ജ്, അതുപോലെ ഹജ്ജും അങ്ങനെയാണ്. ഐ ബിഹാ യുഅലമു വഖ്തൽ ഹജ്ജ്, ഈ ഹിലാല് മുഖേനയാണ് എന്ത് ചെയ്യുന്നത്? ഹജ്ജിന്റെ സമയം നമുക്ക് മനസ്സിലാകുന്നത്. കണക്ക് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഹിലാല് വെളിവാകുന്നത് അനുസരിച്ചാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിർണയിക്കപ്പെടുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരാണ് എന്ത്? വലൈസൽ ബിർറു ബിഅൻ തഅതുൽ ബുയൂത മിൻ ദുഹൂരിഹാ,
അതായത് ഹജ്ജിന്റെ സീസണായാലും ഇനി അള്ളാഹു ഹജ്ജിലേക്ക് പ്രവേശിക്കാണ്. ഹിലാലിനെ കുറിച്ച് പറഞ്ഞു, അത് സമയം നിർണ്ണയിക്കാനുള്ള വഴിയാണ് എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഹജ്ജിന്റെ സമയം നിർണ്ണയിക്കാനുള്ള വഴിയാണ് എന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇനി അള്ളാഹു ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാൻ. അപ്പൊ ഹജ്ജിന് ഒരാള് ഹജ്ജിന്റെ സമയമായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിക്കും, അല്ലെ? നമുക്കറിയാം, ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ശറഅ് വിലക്കിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. സ്ത്രീ പുരുഷ ബന്ധം പാടില്ല, അതുപോലെ തന്നെ മുടി കളയാൻ പാടില്ല, നഖം മുറിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ വേട്ടയാടാൻ പാടില്ല, ഇല്ലേ? ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരാൾ വിട്ടു നിൽക്കാണ്. അപ്പോ ജാഹിലിയ കാലത്തെ അറബികൾക്ക് ഒരു രീതി ഉണ്ടായിരുന്നു. എന്താണ്? അവർ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ദുൽഹിജ്ജ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? വലൈസൽ ബിർറു ബിഅൻ തഅതുൽ ബുയൂത മിൻ ദുഹൂരിഹാ. അവര് വീടുകളിൽ പ്രവേശിക്കുന്നത് എങ്ങനെയായിരുന്നു? കാരണം അവർ മക്കയിൽ തന്നെ നിൽക്കുന്ന ആളുകളാണല്ലോ. അപ്പൊ അവർ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ വീടിന്റെ പിൻഭാഗത്തു കൂടിയാണ് കയറുക. അതായത് വീട്ടിൽ സാധാരണ നമ്മൾ വീട്ടിൽ കയറുന്ന മുൻവശത്തെ ഡോറിൽ കൂടെ കയറാതെ ജാ പറയാൻ മതി. അപ്പൊ അവര് വീടുകളിൽ പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? പിന്നെ വീടിന്റെ പിൻഭാഗത്തു കൂടി അവരെന്ത് ചെയ്യായിരുന്നു? പിന്നെ ആ, വരുമായിരുന്നു. മതില് ചാടിക്കടന്നിട്ടൊക്കെ അവർ കയറായിരുന്നു. അതുപോലെ മറ്റൊരു അഭിപ്രായം, അവർ കഅബയിൽ പ്രവേശിക്കുമ്പോഴും അതിന്റെ പിൻഭാഗത്തു കൂടി, കഅബയുടെ മുൻവശത്തോടു കൂടി അല്ലാതെ പിൻഭാഗത്തോടു കൂടി അവരെന്ത് ചെയ്യായിരുന്നു? പ്രവേശിക്കുമായിരുന്നു. അപ്പൊ അതൊന്നും ശറഅ് നിശ്ചയിച്ച കാര്യമല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യണം? അവർക്ക് ഓർമ്മപ്പെടുത്താൻ. അപ്പൊ അവർ വിചാരിച്ചിരുന്നത് എന്താണ്? ഇതൊരു നന്മയാണ്, ഇതൊരു നല്ല കാര്യം എന്നാണ്. പക്ഷെ അതൊന്നും നന്മയല്ല എന്ന് അള്ളാഹു അവരെ ഓർമ്മപ്പെടുത്താണ്. വലാകിന്നൽ ബിർറ മനിത്തഖാ. അള്ളാഹുവിന്റെ മറിച്ച് നന്മ ആയിട്ടുള്ളത് എന്താണ്? തഖ്വ പാലിക്കുക എന്നതാണ്. തഖ്വ പാലിക്കുക എന്നതാണ് അള്ളാഹു നന്മയായി നിശ്ചയിച്ചിട്ടുള്ളത്. എന്താണ് ഈ ഇവിടെ തഖ്വ പറയാൻ കാരണം? അള്ളാഹുവിന്റെ ശരീഅത്തിൽ നിശ്ചയിക്കപ്പെട്ടതല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നത് തഖ്വക്ക് എതിരാണ്. അള്ളാഹുവിന്റെ ശരീഅത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചതിന് എതിരായി, അല്ലെങ്കിൽ അതിലില്ലാത്ത കാര്യങ്ങൾ നന്മയാണ് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നത് തഖ്വക്ക് വിരുദ്ധമാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാം, എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ചില ആളുകൾ എന്ത് ചെയ്യും? ധാരാളം ബിദ്അത്തിന്റെ ദിക്റുകളും ദീനിലില്ലാത്ത പുതിയ പുതിയ ദിക്റുകളും അതുപോലെ തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തിട്ട് ഭയങ്കര ഒരു ഹാവഭാവത്തിൽ നടക്കുന്ന ആളുകളെ കണ്ടിട്ട് പറയും, ഓ എന്താ അയാളൊരു തഖ്വ, അല്ലേ? എന്തോ ഒരു വലിയ ആളാണ് അയാൾ. എപ്പോ നോക്കിയാലും പിന്നെ എന്താണ്, ദീനിലില്ലാത്ത ഏതെങ്കിലും ഒരു ദിക്റ് അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും, ആ എന്തൊരു തഖ്വയാണ് അയാൾക്ക്, അയാൾ എപ്പം നോക്കിയാലും നിസ്കരിച്ചുകൊണ്ടിരിക്കും, അയാള് പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ട്, അല്ലേ? സുബ്ഹാനല്ലാഹ്, അത് തഖ്വയല്ല, അത് തഖ്വക്ക് എതിരാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. വലാകിന്നൽ ബിർറ മനിത്തഖാ. അള്ളാഹു ഇവിടെ ഉപയോഗിച്ച വാക്ക് നോക്ക് നിങ്ങൾ. തഖ്വ പാലിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നന്മ, അതല്ലാതെ ഓരോരുത്തർക്കും തോന്നിയ രീതിയിൽ ശർഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നതല്ല തഖ്വ. അപ്പൊ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വീടിന്റെ പിൻഭാഗത്തു കൂടി കയറുക എന്നത് എന്തല്ല? തഖ്വ അല്ല. വഅതുൽ ബുയൂത മിൻ അബ്വാബിഹാ. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ വീടുകളിൽ അതിന്റെ വാതിലുകളിലൂടെ തന്നെ പ്രവേശിക്കുക. വത്തഖുല്ലാഹ് ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ വിജയം വരിച്ചേക്കാം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം. കണ്ടോ, വീണ്ടും അള്ളാഹ് ഓർമ്മപ്പെടുത്താൻ. തഖ്വ അനുസരിച്ച്, അള്ളാഹുവിന്റെ ശറഅ അനുസരിച്ച് ജീവിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വിജയം വരിക്കാൻ സാധിക്കും. ഇത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല ജാഹിലിയത്തിലെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു ദുരാചാരം അത് ഉണർത്തുകയും അതിനെ വിലക്കുകയും ചെയ്യുകയാണ്. എന്ത് എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഖിതാലുമായി ബന്ധപ്പെട്ട വിഷയം, അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹജ്ജും യുദ്ധവും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? ഹജ്ജിന്റെ ഇടയിൽ, ഹജ്ജ് തുടങ്ങി
ഇത് കഴിഞ്ഞിട്ട് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും ഹജ്ജ് തന്നെയാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ അള്ളാഹു യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം മുസ്ലിമീങ്ങൾക്ക് ഹജ്ജ് സാധ്യമായത് ഫത്ഹ് മക്ക, യുദ്ധം നടന്നിട്ടില്ലെങ്കിലും പിന്നെ ആ രീതിയിൽ പുറപ്പെട്ട് യുദ്ധമില്ലാതെ തന്നെ മക്ക വിജയിച്ചടക്കുകയും മുസ്ലിമീങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ അള്ളാഹു അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്തു, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ഖിതാൽ, ഒരു യുദ്ധം അവിടെ പ്രധാനമായിരുന്നു. മാത്രല്ല പവിത്രമായ മാസത്തിൽ ദുൽഖഅദയിൽ പിന്നെ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? പിന്നെ ഹജ്ജ് കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ഫത്ഹ് മക്ക സംഭവിച്ചിട്ടുള്ളത്. അതിന്റെ വിശദീകരണം നമ്മൾ ഇൻഷാല്ല പറയും. അപ്പൊ അവിടെ ഖിതാലിന്, യുദ്ധത്തിന് അവിടെ ഒരു പ്രത്യേകം പ്രാധാന്യമുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പുറപ്പെട്ടത് എന്താണ്? അതിന് യുദ്ധവുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഖിതാലുമായി ബന്ധമുണ്ട് എന്നതുകൊണ്ടാണ്. അത് തഫ്സീർ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാതിലൂ ഫീ സബീലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക. കണ്ടോ? അപ്പോൾ ഒരു യുദ്ധം സംഭവിക്കുകയാണ് എങ്കിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുക എന്നത് പാടുള്ള വിഷയമല്ല. അതായത് പിന്നെ എന്താണ്, ദുനിയവിയായ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടിയോ, അല്ലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹിസ്ബുകൾക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രത്തിന് വേണ്ടിയോ ഒന്നുമല്ല ഇസ്ലാം യുദ്ധം നിയമമാക്കിയിട്ടുള്ളത്. അതിലൊരു നന്മയും ഇസ്ലാം കാണുന്നില്ല. മറിച്ച് അള്ളാഹുവിന്റെ ശരീഅത്ത് യുദ്ധം നിശ്ചയിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമായിരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ യുദ്ധം ഉണ്ടായിട്ടുള്ളത്. ആ യുദ്ധം തന്നെ ഓരോരുത്തർക്ക് ഇങ്ങനെ വെരിനടാ, നമുക്ക് ഈ നാട്ടിലുള്ള എല്ലാ ആളുകളെയും മുസ്ലിം ആക്കാം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് സംഘടിച്ച് ഇങ്ങനെ ഇറങ്ങാൻ പറ്റോ? ഓരോ പള്ളിയിലെ ഇമാമോ അല്ലെങ്കിൽ പള്ളിയിലത്തെ ഏതെങ്കിലും ഒരു ആവേശം കൂടിയ ഒരുത്തനോ കൂടി ചേർന്ന് നമുക്ക് വാളും പിന്നെ എന്താണ് ബോംബൊക്കെ എടുത്തിട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് തോന്നിയ പോലെ ഇറങ്ങാൻ പറ്റോ? പറ്റുകയില്ല. അത് കടുത്ത ഹറാമാണ്. അങ്ങനെ ഒരു യുദ്ധം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മറിച്ച് മുസ്ലിം ഭരണാധികാരികളാണ് യുദ്ധം തീരുമാനിക്കേണ്ടത്. അതിന് അവർക്ക് പ്രത്യേകം നിയമങ്ങളുണ്ട്. ഒരു മുസ്ലിം ഭരണാധികാരി പോലും എടുത്തു ചാടി ഇങ്ങനെ അവര് എല്ലാവർക്കും യുദ്ധം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെടാൻ പാടില്ല. നേരെ മറിച്ച് അതില് മസ്ലഹത്തും മഫ്സദത്തും നന്മയും തിന്മയും ഒക്കെ പരിഗണിക്കണം. അങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്നു കഴിഞ്ഞാൽ, അതൊക്കെ യോജിച്ച് വന്നു കഴിഞ്ഞാലാണ് ഒരു യുദ്ധം സംഭവിക്കുക. അല്ലാതെ ഇങ്ങനെ പിന്നെ ആവേശപ്പുറത്ത് നമുക്ക് എല്ലാരെയും പിന്നെ എല്ലാ രാജ്യങ്ങളും പിടിച്ചെടുക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ സ്വന്തം സുരക്ഷയോ സ്വന്തം നാടിന്റെ സുരക്ഷയോ ഒന്നും നോക്കാതെ പിന്നെ ഒരു രാഷ്ട്രമോ ഒരു ഭരണാധികാരിയോ സാധാരണക്കാരോ ഒന്നും ഇറങ്ങി പുറപ്പെടേണ്ട ഒരു ചെറിയ സംഭവമല്ല യുദ്ധം. ഇന്ന് സുബ്ഹാനല്ലാഹ് എവിടെയെങ്കിലും യുദ്ധം നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് വലിയ ആവേശവും ഏതെങ്കിലും പക്ഷം ചേർന്നിട്ട് പിന്നെ എന്താണ് ആവേശം കാണിക്കാനൊക്കെ എന്തൊരു പിന്നെ അത്യാവശ്യം പിന്നെ എന്താണ് പറയാ എന്താണ് ഒരു ആവേശം കാണിക്കാണ്. സുബ്ഹാനല്ലാഹ്, യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളും അതുപോലെ തന്നെ ചെടികളും ഒക്കെ നശിപ്പിക്കപ്പെടുന്ന വലിയ അപകടങ്ങളും ദുരന്തങ്ങളും വരുത്തി വെക്കുന്ന ആവേശപ്പുറത്തുള്ള യുദ്ധങ്ങൾ അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ശരി, വഖാതിലു ഫീ സബീലില്ലാഹ് അല്ലദീന യുഖാതിലൂനകും, നിങ്ങളോട് ആദ്യത്തെ നിയമമായിരുന്നു. അതായത് ഇങ്ങോട്ട് ആക്രമിച്ചാൽ അങ്ങോട്ട് തിരിച്ചാക്രമിക്കുക എന്നത് ഇസ്ലാമിൽ ആദ്യം നിയമം ഉണ്ടായിരുന്നു. പിന്നീട് ഈ നിയമം നസ്ഖ് ചെയ്തു. ഇങ്ങോട്ട് യുദ്ധം ചെയ്തവരോട് മാത്രമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിയമം ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ശക്തി കിട്ടുകയും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ രൂപപ്പെടുകയും ചെയ്തപ്പോൾ അത് നിയമം മാറി. ഇനി ഇങ്ങോട്ട് യുദ്ധം ചെയ്യാത്ത ആളുകളോടും മുസ്ലിമീങ്ങൾക്ക് അങ്ങോട്ട് യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർ ഇറങ്ങി നന്മ തിന്മകളൊന്നും നോക്കാതെ സാധാരണക്കാരായ വീടുകളിലുള്ള ജനങ്ങളുടെ മുകളിൽ വീടുകൾക്കും റെസിഡൻഷ്യൽ ഏരിയകൾക്കും സിവിലിയൻസിനൊക്കെ ആക്രമിച്ച് മിസൈലും ബോംബൊക്കെ ഇട്ട് കുട്ടികളും സ്ത്രീകളും പിന്നെ ദുർബലരും ഒക്കെ മരിച്ചു വീഴുന്ന കൂട്ടത്തിൽ മുസ്ലിങ്ങളും ഉണ്ടാവും, മുസ്ലിമീങ്ങൾ അല്ലാത്തവരുണ്ടാവും. ഒന്നും നോക്കാതെ ഇങ്ങനെ കാടടച്ച് വെടിവെക്കുക എന്ന യുദ്ധമല്ല, അത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നതല്ല.
അതൊക്കെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമിലെ യുദ്ധത്തിന് കൃത്യമായ നിയമങ്ങളും അതിർവരമ്പുകളും ഉണ്ട്. ഭരണാധികാരിയുടെ കീഴിൽ ശറഅ് അംഗീകരിച്ച നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ടല്ലാതെ ഒരു യുദ്ധം ഉണ്ടാവുകയില്ല ഇസ്ലാമിൽ. അത് കൃത്യമായി പ്രത്യേകമായി നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ ചിലരൊക്കെ പറയുന്നത് ഇസ്ലാമില് ഇങ്ങോട്ട് ആക്രമിച്ചാലുള്ള തിരിച്ച് ആക്രമിക്കുക എന്നത് മാത്രമേ ഇസ്ലാമിലുള്ളൂ എന്ന് പറയും. അതും ശരിയല്ല. മറിച്ച് അങ്ങനെ അല്ലാതെയും മുസ്ലിം ഭരണാധികാരികൾക്ക് ആവശ്യമാകുന്ന ഘട്ടങ്ങളിൽ യുദ്ധം ചെയ്യാം. പക്ഷെ അവിടെയൊക്കെ നിയമങ്ങൾ പാലിക്കേണ്ടതാണ്. കരാറുകൾ ലംഘിക്കാൻ പാടില്ല. ഇപ്പോ ഇപ്പോഴത്തെ ഒരു ലോകക്രമത്തിൽ എന്താണ്, എല്ലാ രാഷ്ട്രങ്ങളും തമ്മിൽ കരാറുകളുണ്ട്, സമാധാന കരാറുകളുണ്ട്. അതിർത്തികൾ ലംഘിച്ച് അക്രമം നടത്തുകയില്ല എന്നത്. അപ്പൊ അത്തരം കരാറുകൾ മുസ്ലിമീങ്ങൾ ലംഘിക്കാൻ പാടുള്ളതല്ല. മുസ്ലിമീങ്ങൾ കരാറ് പാലിക്കുന്നവരാണ്. അപ്പൊ അതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. നമ്മൾ ഒറ്റയടിക്ക് ഇവിടുന്ന് ഇരുന്നിട്ട് ഇവിടെ സോഫയിൽ ചാരി ഇരുന്നിട്ട് എന്താണ് സൗദി അറേബ്യ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാത്തത് എന്ന് പറഞ്ഞിട്ട് ഭരണാധികാരികൾക്കെതിരെ പിന്നെ ഭരണാധികാരികൾക്ക് അറിയാം എപ്പോഴാണ് ഒരു യുദ്ധം സംഭവിക്കേണ്ടത്, എപ്പോഴാണ് യുദ്ധം ചെയ്യേണ്ടത്, ചെയ്യേണ്ടാത്തത്, അതിന്റെ നന്മ തിന്മകൾ, അതിന്റെ വരും വരായികകൾ, അതിന്റെ ദീർഘദൃഷ്ടിയോടുകൂടി അതിനെക്കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഭരണാധികാരികൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ ആ രാഷ്ട്രങ്ങളെ വളരെ നല്ല രീതിയിൽ പുരോഗതിയിലേക്ക് നയിക്കുന്നത്. അല്ലെങ്കിൽ ആ രാജ്യങ്ങളൊക്കെ എന്നെ തകർന്നടിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ലോകത്തുള്ള എല്ലാ ശത്രുക്കളും സാമ്പത്തികമായും അതുപോലെ തന്നെ എല്ലാ രംഗത്തും ഈ രാഷ്ട്രങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും അവരതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നത് അവർക്ക് വലിയ ദീർഘദൃഷ്ടി ഉള്ളത് കൊണ്ടാണ്. നമ്മളിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്താണ് ഈ ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നത് സൗദി കാണുന്നില്ലേ എന്നൊക്കെ വലിയ വായിൽ ചോദിക്കാം എന്നതല്ലാതെ കൃത്യമായി അവർക്ക് ഈ രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയും ഫലസ്തീനിന് വേണ്ടിയൊക്കെ ചെയ്യുന്ന ധാരാളം നന്മകൾ, അതിനു വേണ്ടി ചെലവഴിക്കപ്പെടുന്ന ബില്യൺ കണക്കിന് ഡോളറുകൾ, അതുപോലെ തന്നെ എന്താണ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്നതിലൂടെ, സമാധാന ചർച്ചകൾ. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് സാധാരണക്കാരായ ജനങ്ങളുടെ ഭക്ഷണവും വെള്ളവും സമാധാനവും കെടുത്തിക്കൊണ്ടുള്ള പിന്നെ മിസൈൽ വർഷമല്ല. നേരെ മറിച്ച് ഈ കാലഘട്ടം തേടുന്ന യഥാർത്ഥത്തിലുള്ള യുദ്ധം അത് ഡിപ്ലോമസിയാണ്. അത് ബുദ്ധിയുള്ള ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഏറ്റവും നന്നായി മുന്നേറുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രാഷ്ട്രങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ അതൊക്കെ വലിയ കാര്യങ്ങളാണ്. അല്ല നമ്മളിങ്ങനെ ഇരുന്നിട്ട് വീട്ടിൽ ഫോണും നോക്കി ഇരുന്നിട്ട് ഇങ്ങനെ കാണുന്ന വീഡിയോന്റെ അടിയിലൊക്കെ സൗദി എവിടെ, പിന്നെ UAE എവിടെ എന്നൊക്കെ ചോദിക്കുന്നത് വളരെ മോശം രീതിയാണ്. യഥാർത്ഥത്തിൽ ഈ ഭരണാധികാരികൾ മുസ്ലിമീങ്ങളുടെ നന്മകൾക്കും അവരുടെ സുരക്ഷിതത്വത്തിനും വേണ്ടി ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതൊന്നും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അത്തരം ഭരണാധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അവരെ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നതാണ്, അവർക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ചെയ്യേണ്ടത് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഅതദു, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിരുവിടാൻ പാടില്ല. യുദ്ധത്തിൽ അതിരുവിടാൻ പാടില്ല. എന്താ യുദ്ധത്തിൽ അതിരുവിടാന്ന് പറഞ്ഞാൽ? വീടുകളിൽ സുരക്ഷിതരായിരിക്കുന്ന സാധാരണക്കാരെ ആക്രമിക്കാൻ പാടില്ല, അല്ലേ? പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എന്താണ് ശരീരഭാഗങ്ങൾ എന്താണ് അംഗഭംഗം വരുന്ന രീതിയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ യുദ്ധത്തിൽ മരണപ്പെട്ട ആളുടെ മയ്യത്തിനെ അപമാനിക്കുന്ന രീതിയിൽ, ശത്രുവാണെങ്കിൽ പോലും അയാളുടെ ശരീര ഭാഗങ്ങളൊക്കെ ഛിന്ന ഭിന്നമാക്കി അവമതിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട്, കുട്ടികളോട് യുദ്ധം ചെയ്യാൻ പാടില്ല. ആരാധനാലയങ്ങളിൽ പിന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് കൂടുന്ന ആളുകളെ ആക്രമിക്കാൻ പാടില്ല. ഇങ്ങനെ ശറഇന്റെ ഒരുപാട് നിയമങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ പാലിക്കണം. വലാ തഅതദു, നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കാൻ പാടില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അള്ളാഹു അതിരുവിട്ട് പ്രവർത്തിക്കുന്നവരെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതൊന്നും പാലിക്കാതെ സിവിലിയൻസിന് നേരെ, അതിന് എത്ര വലിയ പിന്നെ ശത്രു രാജ്യമാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും
അവിടെ സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കുക എന്നത് ഒരിക്കലും നീതീകരിക്കാവുന്ന ഒരു കാര്യമല്ല. അത് ആര് ചെയ്തു കഴിഞ്ഞാലും അത് തെറ്റ് തന്നെയാണ്. അത് ഇസ്ലാമിലെ ജിഹാദോ ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട യുദ്ധമോ അല്ല എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, നിങ്ങൾ എവിടെ വെച്ചാണോ ഇത്തരം മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യുന്ന, മുസ്ലിമീങ്ങളോട് എതിരിട്ട് നിൽക്കുന്ന ഇത്തരം പോരാളികളെ, ഇസ്ലാമിന്റെ വിരോധികളെ നിങ്ങൾ എവിടെയാണോ കാണുന്നത് അവിടെ വെച്ച് നിങ്ങൾ കൊല്ലുക. ഈ ആയത്ത് വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ? ആളുകൾ പറയാണെന്ത്, വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, മുസ്ലിമീങ്ങൾക്കെതിരെ പറയാൻ ഖുർആനിലുണ്ട്, എവിടെ വെച്ച് നിങ്ങൾ പിന്നെ മുശ്രിക്കീങ്ങളെ അല്ലെങ്കിൽ കാഫറുകളെ കണ്ടാൽ കണ്ടെടുത്ത് കൊല്ലുക എന്ന് വെച്ച് ഇന്ത്യയിലും കേരളത്തിലൊക്കെ മുസ്ലിമീങ്ങളൊക്കെ എന്തെയാണ് ഈ ആയത്തും പിടിച്ചിട്ട് ഇങ്ങനെ അരയില് പിച്ചാത്തിയും തിരികെ നടക്കാണ്, എവിടെയെങ്കിലും ഒരു ആ മുസ്ലിമിനെ കണ്ടാൽ കൊല്ലാൻ എന്ന രീതിയിലൊക്കെ മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഇതിറങ്ങിയ സാഹചര്യം എവിടെയാണ്? യുദ്ധത്തിന്റെ ഘട്ടത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ ശത്രുക്കളെ കണ്ടുമുട്ടുന്ന സമയത്ത് അവരെ കൊല്ലുക എന്നതാണ്. അവിടെ പ്രത്യേകം മനസ്സിലാക്കുക, ഹജ്ജുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ആയത്തിന്റെ സ്ഥാനങ്ങൾ നോക്കണം. ഈ ആയത്തിന്റെ മുമ്പും ഹജ്ജാണ്, ശേഷവും ഹജ്ജാണ്. അപ്പൊ മക്ക പിടിച്ചെടുക്കാൻ വേണ്ടി ഫത്ഹ് മക്കയുമായി ബന്ധപ്പെട്ട് ഹറമിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിൽ, ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ മാത്രം ഹറമിൽ വെച്ചാണെങ്കിൽ പോലും അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് അള്ളാഹു അവിടെ വെച്ച് ആ ഒരു ഘട്ടത്തിൽ മാത്രം അനുവദിക്കുകയാണ്. അതായത് ആ ഘട്ടത്തിൽ ഹറമിൽ യുദ്ധം ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ ഹറമിൽ യുദ്ധം ചെയ്യുന്നത് ഹറാമാണ്, പാടില്ലാത്ത കാര്യമാണ്. ഖിയാമത്ത് നാൾ വരെ ഹറമിൽ യുദ്ധം ചെയ്യുക എന്നത് ഹറാമാണ്, പാടില്ല. ഈ ഒരു ഫത്ഹ് മക്കയുടെ ഘട്ടത്തിൽ മാത്രം അള്ളാഹു അനുവദിച്ചു കൊടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് ഈ ആയത്തിന്റെ സാഹചര്യവും സന്ദർഭവും. അപ്പൊ ഈ ആയത്തിനെ സാഹചര്യത്തിൽ നിന്നും സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്ത് മുസ്ലിമീങ്ങളിലെ തീവ്രവാദികൾ ഉപയോഗപ്പെടുത്തി, മാത്രമല്ല മുസ്ലിമീങ്ങളെ പിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നടക്കുന്ന എന്താണ് ഇസ്ലാം വിരോധികളും ഈ ആയത്തിനെ അത്തരത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂകും. നിങ്ങളെ, മക്കാരെ പറ്റി പറയാണ്, നിങ്ങളെ പുറത്താക്കിയ അതേ മക്കയിൽ നിന്ന് മുസ്ലിമീങ്ങളെ നിങ്ങൾ അവരെയും പുറത്താക്കുക. അതായത് മുസ്ലിമീങ്ങളെയൊക്കെ ആട്ടി പുറത്താക്കി മക്കയിലെ മുശ്രിക്കുകൾ, ഖുറൈശികൾ എവിടെ നിന്ന്? മക്കയിൽ നിന്ന്. അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? അവരെ പുറത്താക്കി നിങ്ങൾ അവിടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്യുക. വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. ഫിത്ന എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിത്ന കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? ഷിർക്കാണ്. ഈ ആയത്തും ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. കണ്ടോ, യുദ്ധത്തിനേക്കാൾ കുഴപ്പം നിറഞ്ഞതാണ് ഫിത്ന എന്ന് പറഞ്ഞിട്ട്. ശരിയാണ്. ഏത് ഫിത്നയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഷിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഈ ഷിർക്ക്. അപ്പൊ മക്കയിൽ മസ്ജിദുൽ ഹറമിൽ ഷിർക്ക് നടമാടിക്കൊണ്ടിരിക്കാൻ അല്ലെ? മക്കയിലെ മുശ്രിക്കുകൾ കഅബയുടെ അകത്ത് പോലും വിഗ്രഹങ്ങൾ നാട്ടി ഷിർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ. അപ്പൊ ആ ഷിർക്കാണ്, ഹറമിൽ ഷിർക്ക് നടക്കുന്നുണ്ട്. ആ ഷിർക്കിനെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഹറമിൽ യുദ്ധം ചെയ്യുന്നത്. അപ്പൊ ഹറമിൽ യുദ്ധം ചെയ്യുക എന്ന അത് എന്താണ്? അടിസ്ഥാനപരമായി ഹറാമാണ്. പക്ഷെ ആ ഘട്ടത്തിൽ അള്ളാഹു അത് അനുവദിച്ചു കൊടുത്തു. എന്തിനെ തുടച്ചു നീക്കാൻ ഇവിടെ യുദ്ധം എന്താണ്? അള്ളാഹു അനുവദിക്കുകയാണ്. ഇത് ശറയിലെ ഒരു അടിസ്ഥാന നിയമമാണ്. വലിയ തിന്മയെ തടുക്കൽ അനിവാര്യമായ ഘട്ടത്തിൽ ചില ചെറിയ തിന്മകൾ അനുവദിക്കപ്പെടും. അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂല. ഉലമാക്കളാണ് അത് തീരുമാനിച്ച് നമ്മളെ അറിയിക്കേണ്ടത്. ശരി, വലിയ തിന്മകളെ തടുക്കാൻ ചില ചെറിയ തിന്മകൾ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ മസ്ജിദുൽ ഹറമിൽ യുദ്ധം ചെയ്യുക എന്നത് ഹറാമാണ്. അത് മുസ്ലിമീങ്ങളെ, നബിയെ താങ്കൾ പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ട്? അതിനേക്കാൾ കടുത്ത ഫിത്ന, ഷിർക്ക് അവിടെ നടമാടുന്നുണ്ട്. അതിനെ ഇല്ലാതാക്കാൻ. ഇതാണ് ഈ ആയ
ഉദ്ദേശം
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഫൻ ഇവിടെ എന്തോ നെറ്റ് കട്ടായതാണ്. പിന്നെ കുറെ സമയം മൈക്ക് ഇൻഷാ അല്ലാ. പിന്നെ അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്താണ്, അവര് നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഹറമിൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, യുദ്ധം ചെയ്യാം. ഫഖ്തുൽ ഫൈൻ ഖാതലൂക്കും ഫഖ്തുലൂ വകദ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വലാ തുഖാതിലൂക്കും ഇൻദൽ മസ്ജിദിൽ ഹറാം ഹത്താ യുഖാതിലൂക്കും ഫീഹ്. നിങ്ങൾ ഹറമിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്യരുത്, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നത് വരെ. ഫൈൻ ഖാതലൂക്കും ഫീഹി ഫഖ്തുലൂഹും. അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഹറമിൽ വെച്ച് നിങ്ങൾ അങ്ങോട്ടും യുദ്ധം ചെയ്യുക. കദാലിക ജസാഉൽ കാഫിരീൻ. അപ്രകാരമാണ് കാഫിറുകൾക്കുള്ള പ്രതിഫലം നൽകപ്പെടുന്നത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. ഇനി അവർ അവസാനിപ്പിക്കുകയാണ് എങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ ഈ ശിർക്കും യുദ്ധവും ഒക്കെ അവസാനിപ്പിച്ച് മുസ്ലിം ആവുകയാണ് എങ്കിൽ ഫഇന്നല്ലാഹ ഗഫൂറുൻ റഹീം. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും അവരോട് റഹ്മത്ത് കാണിക്കുകയും ചെയ്യുന്നതാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന. അങ്ങനെ ഷിർക്ക് ഇല്ലാതാകുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. ഷിർക്ക് ഇല്ലാതാകുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. വയകൂന ദീനു ലില്ലാഹ്. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി മാത്രം സമർപ്പിക്കപ്പെടുന്ന, അള്ളാഹുവിന് വേണ്ടി മാത്രം ദീൻ സമർപ്പിക്കപ്പെടുന്ന, ഇബാദത്ത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കപ്പെടുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക. നോക്കൂ, നിങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അൽ ബഖറ എന്തിനു വേണ്ടിയുള്ളതാണ്? അള്ളാഹുവിന് കീഴൊതുങ്ങാനും സമർപ്പിക്കാനും ഉള്ളതാണ്. അപ്പൊ ആ സമർപ്പണത്തിന്റെ മാർഗങ്ങളിൽ ഒന്നാണ് എന്ത്? ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ ഉണ്ടാവുക എന്നത്. അത് ഈ പറഞ്ഞ പോലെ ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ടല്ലാതെ വാളെടുത്തവനൊക്കെ യുദ്ധം ചെയ്യുക എന്ന അവസ്ഥ അതില്ല. അത് തീവ്രവാദമാണ്, ഭീകരവാദമാണ്. ശരി. അപ്പോ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന വയകൂന അദ്ദീനു ലില്ലാഹ് ഫഇൻ ഇൻതഹൗ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അങ്ങനെ അവർ അവസാനിപ്പിച്ചാൽ, അവർ ശിർക്കും കുഫറും ഒക്കെ അവസാനിപ്പിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, മുസ്ലിമീങ്ങൾക്ക് അക്രമികളോടല്ലാതെ ശത്രുതയില്ല. അങ്ങനെ പറഞ്ഞാൽ മുസ്ലിമീങ്ങളോട് ശത്രുത ആരോടാണ്? ശിർക്ക് ചെയ്യുന്ന, കുഫറിൽ മുങ്ങിക്കുളിച്ച ആളുകളോടാണ്. അവരോട് മാത്രമാണ് ശത്രുതയുള്ളത്. അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ പിന്നെ അവരോട് മുസ്ലിമീങ്ങൾക്ക് സ്നേഹബന്ധമാണുള്ളത്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഉമിർതു അൻ ഉഖാതില അന്നാസ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യാൻ എന്നോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ശരി. അപ്പൊ ഇതിന്റെയൊക്കെ നിയമങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ ശരിക്കും ഓർമ്മയിൽ വെക്കുക ഇൻഷാ അല്ലാഹ്. വെറുതെ ഇങ്ങനെ ഓരോരുത്തർ ഇറങ്ങി യുദ്ധം ചെയ്യുക എന്നതല്ല ഇവിടെ ഒന്നും ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കുക. ബാറക്കല്ലാഹു ഫീക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത്രയും ആയത്തിന്റെ ഭാഗം നമുക്ക് കേൾക്കാം. قل هي مواقيت للناس والحج وليس البر بأن تأتوا البيوت من ظهورها ولكن البر من اتقى وأتوا البيوت من أبوابها واتقوا الله لعلكم تفلحون وقاتلوا في سبيل الله الذين يقاتلونكم ولا تعتدوا إن الله لا يحب المعتدين واقتلوهم حيث ثقفتموهم وأخرجوهم من حيث أخرجوكم والفتنة أشد من القتل ولا تقاتلوهم عند المسجد الحرام حتى يقاتلوكم فيه فإن قاتلوكم فاقتلوهم كذلك جزاء الكافرين
فإن انتهوا فإن الله غفور رحيم وقاتلوهم حتى لا تكون فتنة ويكون الدين لله فإن انتهوا فلا عدوان إلا على الظالمين. إن شاء الله أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. والسلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.